നമസ്കാരം. നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇലക്ഷൻ്റെ വോട്ടുകളെല്ലാം പെട്ടിയിലായിട്ട് സുഖസുഷുപ്തിയിലാണ്. ഇനിയും നീണ്ട നാളത്തെ കാത്തിരിപ്പ്. എല്ലാ തവണത്തെയും പോലെയും ഇത്തവണയും ഇരു മുന്നണികളും അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. തുടർ ഭരണമുണ്ടാകുമെന്ന് ഭരണമുന്നണിയും അതല്ല മറിച്ച് അനിതരസാധാരണമായ മുന്നേറ്റമുണ്ടായി തങ്ങൾ അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷവും തങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്നും കൂടുതൽ സീറ്റ് പിടിക്കുമെന്നും പറഞ്ഞ് മൂന്നാമത്തെ മുന്നണിയും അവകാശവാദങ്ങളും തർക്കവിതർക്കങ്ങളുമായിട്ട് ഈ ദിവസങ്ങളിൽ കളന്നറിയുകയാണ്. ഏത് മാധ്യമങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും വിജയം അവകാശപ്പെടും. ഇതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ രാജാക്കന്മാരെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. എന്തെല്ലാം വീരശൂര പരാക്രമങ്ങൾ നടത്തിയാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന വോട്ടർമാർ തങ്ങളുടെ മനസ്സിലിരിപ്പ് വോട്ടിംഗ് മെഷീനിലൂടെ പ്രദർശിപ്പിച്ച് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് പിന്നീട് പരിശോധിക്കുമ്പോൾ മാത്രമേ പൊതുഹിതം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുവരെ എല്ലാവർക്കും തങ്ങളായിരിക്കും വിജയി എന്ന് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ നാട് വിട്ട് വിദേശത്തായിരിക്കുമ്പോഴൊക്കെ പലതവണ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പായാലോ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പായാലോ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഏത് തരത്തിലുള്ള തിരഞ്ഞെടുപ്പ്, ഈവൻ ഒരു സഹകരണ സംഘത്തിലേക്ക് വന്ന തിരഞ്ഞെടുപ്പായാലോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും അതിനെക്കുറിച്ച് വളരെ കൺസേൺഡാണ്. കാരണം ജനാധിപത്യവും ഈ രാഷ്ട്രീയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എന്നേ മാറിയിട്ടുള്ളതാണ്. നമ്മൾ ജീവനുള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ താല്പര്യമുള്ളവരായിരിക്കും. എത്ര കടൽ കിടന്ന് വിദൂരത്തായിരുന്നാലും നമ്മളെല്ലാവരും ഇതിനെ ശ്രദ്ധിക്കും. കാരണം നമ്മുടെ രാജ്യം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നത് തന്നെ ഈ ജനാധിപത്യ പ്രക്രിയ ഒന്നുകൊണ്ട് മാത്രമാണ്. വൈജാത്യങ്ങളേറെയുള്ള നമ്മുടെ രാജ്യം ഇന്നും ഒരുമയോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്ന ഈ ജനാധിപത്യ രീതി തന്നെയാണ്. അതെന്നും ശക്തമായിട്ട് തുടരട്ടെ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും എന്തെല്ലാം പ്രതിലോമ ശക്തികളുടെ ആക്രമണം ഉണ്ടായാലും നമ്മളാക്കി നിർത്തുന്ന ആ ജനാധിപത്യ പ്രക്രിയ എന്നാളും പുലരട്ടെ. നല്ല നാളേക്കായി നമ്മുടെ രാജ്യവും സംസ്ഥാനമൊക്കെ മിഴി തുറക്കട്ടെ. തൊഴിലില്ലായ്മയും ചെറുപ്പക്കാരിന്ന് നേരിടുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളുമൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരട്ടെ. വളരെ ദുഃഖകരമെന്ന് പറയാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് +2 അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പാസ്സായ ശേഷം വിദേശ പഠനത്തിനായിട്ട് വരുന്നൊരവസ്ഥാവിശേഷമുണ്ട്. ഇവിടെ വന്ന് പലരെയും നമ്മൾ നേരിൽ കാണുമ്പോഴാണ് അതിൻ്റെ ദൈന്യത മനസ്സിലാകുന്നത്. ഒരിക്കലും വിചാരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയും പിന്നീട് അവരുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെറുപ്രായത്തിൽ തന്നെ കഷ്ടപ്പെടുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അനേകർക്ക് അവരുടെ ഫ്യൂച്ചർ തന്നെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ പഠിച്ച ട്രാക്കിൽ നിന്ന് മാറി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. നമ്മളിങ്ങനെ പ്രവാസികളായിട്ട് കൂട് തേടി നാട് നീളെ അലയേണ്ടവരല്ല. അത്ര കണ്ട് സാധ്യതയുള്ള ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുവാനും സുരക്ഷിതമായ രീതിയിൽ അവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉരുത്തിരിയേണ്ടതായിട്ടുണ്ട്. മാറുന്ന കാലഘട്ടത്തിൽ ദീർഘവീക്ഷണമുള്ള നേതൃത്വമുണ്ടായാൽ കുറേയൊക്കെ മാറ്റം വരാം. ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നെങ്കിൽ പോലും ആ രീതിയിലുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനുമുപരി മതസ്പർദ്ധയും വർഗീയതയും മതഭ്രാന്തമൊക്കെ കൊടികുത്തി വീഴുന്ന കാലത്ത് ജനാധിപത്യം പോറൽ പോലും ഏൽക്കാൻ നിൽക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ജനാധിപത്യ പ്രക്രിയ വിജയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കർമ്മധീരരായ ദീർഘവീക്ഷണമുള്ള നമ്മുടെ മുൻ നേതാക്കന്മാരാണല്ലോ നമ്മുടെ ഭരണഘടനയും
ജനാധിപത്യ പ്രക്രിയയുമൊക്കെ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ അത് ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും. എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ച്. നമസ്കാരം.